മീനു നാളെ എന്റെ വീട്ടിൽ നിന്ന് എത്ര പേര് വരും? അച്ഛനും അമ്മയും പിന്നെ വല്യച്ഛനും വല്യമ്മയും മക്കളും ഉണ്ടാവും. നമുക്ക് സദ്യയൊക്കെ അങ്ങ് ഓർഡർ ചെയ്താ എന്താ? അതൊന്നും ശരിയാവത്തില്ല. അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടാവത്തില്ല. വേണ്ടക്ക് വേണ്ട. നമുക്ക് ഇന്ന് തന്നെ എല്ലാം അരിഞ്ഞു വെച്ചാലോ? അതാവുമ്പോ നാളെ എന്റെ വീട്ടുകാരൊക്കെ വരുമ്പോഴേ നിനക്ക് കുറച്ച് പണി കുറഞ്ഞു കിട്ടും. സാറേ, ശാസ്ത്രം ഒരു കൈ തന്നാ നോക്കി ഭൂതം ഭാവി വർത്താനൊക്കെ പറയും. കൈ തന്നില്ലെങ്കിൽ മോഹൻ നോക്കി ഭൂതം ഭാവി വർത്താനം പറയും. ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ് നേരമില്ല. ഓണത്തിനിടയ്ക്ക് ഓരോ ഭൂതങ്ങൾ വർത്താനം പറയാനായിട്ട് വന്നേക്കുന്നത്. ഒരു 5 രൂപ കൊടുത്ത് ഒഴിവാക്കി വിട്. ഓരോരോ തട്ടി. അങ്ങനെ പറയല്ലേ സാർ. ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിയാം മുഖശ്രീയുള്ള ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് മീലോ നൈലോ ചീലോ അല്ലേ? മീനാക്ഷി. ചേച്ചിയുടെ നാള് 3ലോ കേലോ ഠേലോ അല്ലേ? അതെ, തോത്ര വിശാലാക്ഷി, പത്മകേശ്വര വണ്ണിനി, നിത്യ പത്മാലയദേവി, സാബാമധു, സരസ്വതി വിളയാടുന്ന നാവുള്ളവളാണ്. സർവേശ്വര ഇങ്ങോട്ട് വരിക. അച്ഛന്റെ കുടുംബത്തിൽ നിന്നും തിത്വാനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ? ചിറ്റപ്പൻ ഒരു ചെറ്റയില്ലേ? ചേടാ, നീ ഇതുവരെ ഇയാളെ പറഞ്ഞു വിട്ടില്ലേ? കേട്ടോ, നമ്മുടെ ചിറ്റപ്പൻ ചെറ്റയാണെന്ന് ഇയാള് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് ഈ നാട്ടിൽ ആർക്കറിയാത്തത് നിന്റെ ചിറ്റപ്പൻ ചെറ്റയാണെന്നുള്ളത്? എന്റെ മീനു നിനക്ക് വരെ പണിയൊന്നുമില്ല. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിവിടാൻ ഞാൻ പറഞ്ഞതാ. സാറേ, ഞാൻ തെറ്റാമതല്ല. മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മോഹലക്ഷണ കണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറയും. സാർ ഒരു പൂ അങ്ങോട്ട് വരച്ച് വിചാരിച്ചേ. പൂ അച്ചുവേണ്ട പൂവേ സർവേശ്വര. സാറേ, ഇത്രയും പൂ ഇവിടെ കിടന്നിട്ട് എന്തിനാ സാറേ ഷാമ്പു ആലോചിച്ചത്? അമ്പോറ്റിയെ പരീക്ഷിക്കില്ലേ? ഞാൻ വേറൊരു പൂവാണ് മനസ്സിൽ വിചാരിച്ചത്. പറ. വേറെ പോവാ? കോളിഫ്ലവർ. സാറേ, ഞങ്ങളെ ആക്ഷേപിക്കാൻ നോക്കുവാണ്. സാർ ഒരു ഏത്തിസ്റ്റ് ആണല്ലേ? ഞാനൊരു ഏത്തിസ്റ്റാണ്. ഇപ്പൊ എന്താ വേണ്ടത്? സാറിന്റെ വണ്ടി ഏതാ റിസ്റ്റ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മാത്രമല്ല എന്റെ വൈഫും യൂസ്